നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കാരക്കുന്ന് മിസ് മാർത്താമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ മാതൃകാ ഇടവക സംഗമം സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA മാതൃ ഇടവക സംഗമം ഉദ്ഘാടനം ചെയ്തു. കാരക്കുന്നം വിശുദ്ധ മാർത്താമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ മാതൃ ഇടവക സംഗമം സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA ഇടവക സംഗമം ഉദ്ഘാടനം ചെയ്തു. നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത്. വിശുദ്ധ കുർബാനകൾ, ഇടവകയിലെ 80 വയസ്സിനുമേൽ പ്രായമുള്ള അംഗങ്ങളെ ആദരിക്കുന്ന വൃദ്ധസംഗമം, ഡോക്ടർ ബോബി സാറ ജേക്കബ് നയിക്കുന്ന മോട്ടിവേഷണൽ ക്ലാസ്, ട്രസ്റ്റിമാരെ ആദരിക്കൽ, ഇടവക വനിതാ സംഗമം തുടങ്ങി നിരവധി പരിപാടികളാണ് ഇടവക സംഗമത്തിന്റെ ഭാഗമായി നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പള്ളി വികാരി ഫാദർ ബേസിൽ ബേബി അധ്യക്ഷത വഹിച്ചു. ഈ പള്ളിയിൽ ഏകദേശം 880 കുടുംബങ്ങൾ ഈ ദേവാലയത്തിൽ ഇടവക ജനങ്ങളായിട്ടുണ്ട്. ഏകദേശം 4000-ഓളം ഇടവക ജനങ്ങളുള്ള ഒരു ദേവാലയമാണ് കാരക്കുന്നം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം. തീർന്നില്ല, ചരിത്രങ്ങൾ ഇങ്ങനെ ഒത്തിരി പറഞ്ഞു പോകുവാനുണ്ട്. 1910 അന്ത്യോക്യ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുന്ന പരിശുദ്ധനായ മോറാൻ മർക്കാത്യോസ് അബ്ദേദാലോഹോദിൻ പാത്രിക്കീസ് ബാവായും 1931 മോറാൻ മർക്കാത്യോസ് വിനിയാസ്ത്രീൻ പാത്രിക്കീസ് ബാവ തിരുമനസ്സുകൊണ്ടും എഴുന്നള്ളി വന്ന് ഈ ഇടവകയും ദേശത്തെയും അനുഗ്രഹിച്ചുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി, മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ്, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സിജു എബ്രഹാം, VP എൽദോസ്, സഹവികാരി ഫാദർ മാത്യൂസ് കുഴുവേലിപ്പുറത്ത്, സമീപ പ്രദേശങ്ങളിലെ പള്ളി വികാരിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.